തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ബൈക്ക് പാർക്കിംഗ് ഭാഗത്ത് വൻ തീപിടുത്തം. 600ഓളം ബൈക്കുകൾ കത്തിനശിച്ചു. നിർത്തിയിട്ട ട്രെയിൻ എഞ്ചിനും തീപിടിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കിയത് മണിക്കൂറുകൾക്ക് ശേഷം. ആളപായമില്ല. റെയിൽവേ സ്റ്റേഷന്റെ പിൻവശത്തെ ബൈക്ക് പാർക്കിംഗ് ഭാഗത്താണ് തീപിടുത്തമുണ്ടായത്. ഞായറാഴ്ച രാവിലെ 6ഓടെയായിരുന്നു സംഭവം. റെയിൽവേ സ്റ്റേഷനിൽ പിന്നിൽ മെർലിൻ ഹോട്ടലിന് സമീപത്തായുള്ള പാർക്കിംഗ് കേന്ദ്രത്തിൽ പാർക്ക് ചെയ്തിരുന്ന 600ഓളം ബൈക്കുകളാണ് കത്തിനശിച്ചത്. റെയിൽവേ സ്റ്റേഷനിലുണ്ടായ വൻ തീപിടുത്തത്തിൽ കറുത്ത കട്ടിപ്പുക മുകളിലേക്ക് ഉയർന്നത് കിലോമീറ്റർ ദൂരെ വരെ കണ്ടിരുന്നു. തൃശൂരിന് പുറമെ ജില്ലയിലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയത്. റെയിൽവേ സ്റ്റേഷന്റെ 2ാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള വലിയ മരത്തിനും തീപിടിച്ചു. റെയിൽവേ സ്റ്റേഷന്റെ പിൻവശത്തെ വഴിയിലൂടെയുള്ള ഗതാഗതം ഫയർഫോഴ്സും പോലീസും നിരോധിച്ചിരുന്നു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പടരാതിരിക്കാനുള്ള തീവ്രശ്രമവും ഫയർഫോഴ്സ് നടത്തി. പാർക്കിംഗ് കേന്ദ്രത്തിലും സമീപം തട്ടുകടകളിലും ചെറിയ ഹോട്ടലുകളും മറ്റും പ്രവർത്തിക്കുന്നതിനാൽ ഇവിടേക്ക് തീ പടരാതിരിക്കാനുള്ള മുൻകരുതലുകളും ഫയർഫോഴ്സ് സ്വീകരിച്ചു. ട്രാക്കിനോട് ചേർന്നാണ് വൻ തീപിടുത്തം ഉണ്ടായതെങ്കിലും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല. ഈ ഭാഗത്തുണ്ടായിരുന്ന മറ്റു വാഹനങ്ങളെല്ലാം ഫയർഫോഴ്സ് നീക്കം ചെയ്തു. ഇരുമ്പ് ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയ്ക്കുള്ള ബൈക്ക് പാർക്കിംഗ് കേന്ദ്രമാണ് കത്തിനശിച്ചത്. ഇതിനു മുകളിലൂടെ വെള്ളം പമ്പ് ചെയ്യുന്നത് ദുഷ്കരമായിരുന്നു. തുടർന്ന് വശങ്ങളിലൂടെയും വെന്റിലേഷനിലൂടെയും വെള്ളം അകത്തേക്ക് പമ്പ് ചെയ്താണ് തീയണയ്ക്കാൻ ഫയർഫോഴ്സ് ശ്രമിച്ചത്. തീപിടുത്തത്തിൽ തീഗോളങ്ങൾ മുകളിലേക്ക് ഉയർന്ന കാഴ്ചകളും ദൃശ്യമായിരുന്നു. പൊട്ടിത്തെറിക്ക് സാധ്യതയുള്ളതിനാൽ കനത്ത ജാഗ്രതയിലാണ് പോലീസും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തകരും തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയത്. സമീപകാലത്ത് തൃശൂരിലുണ്ടായ ഏറ്റവും വലിയ തീപിടുത്തമാണിത്. സമീപത്തെയും സംഭവസ്ഥലത്തെയും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു. റെയിൽവേ ട്രാക്കിനോട് ചേർന്നാണ് തീപിടുത്തം ഉണ്ടായതെങ്കിലും ട്രാക്കിലേക്ക് പടർന്നിട്ടില്ല. ഈ ഭാഗത്തെ വീടുകളിലെ ആളുകളെയും ഒഴിപ്പിച്ചിട്ടുണ്ട്. 2ാം ഗേറ്റിലെ ടിക്കറ്റ് കൗണ്ടറും പൂർണ്ണമായും കത്തിനശിച്ചു. നിർത്തിയിട്ടിരുന്ന എഞ്ചിനും കത്തി. എഞ്ചിൻ തീപിടുത്തമുണ്ടായ സ്ഥലത്ത് നിന്നും മാറ്റി. പാർക്കിംഗ് കേന്ദ്രത്തിൽ ടിക്കറ്റ് നൽകാനുണ്ടായിരുന്ന 2 സ്ത്രീകൾ ഓടി രക്ഷപ്പെട്ടു. 5 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. ഷെഡിലുണ്ടായിരുന്ന എല്ലാ ബൈക്കുകളും കത്തിയതായാണ് നിഗമനം. ആദ്യം 2 ബൈക്കുകളാണ് കത്തിയത്. പിന്നീട് തീ പടർന്നു പിടിക്കുകയായിരുന്നു. റെയിൽവേ ലൈനിന്റെ മുകളിൽ നിന്ന് ബൈക്കിലേക്ക് തീ വീണതാണ് തീപിടുത്തത്തിന് കാരണമായതായി സംശയിക്കുന്നത്. ഷീറ്റിട്ട് മൂടിയിരുന്ന ബൈക്കിന്റെ മുകളിലേക്കാണ് തീ വീണതെന്ന് ബൈക്ക് പാർക്കിംഗ് ഏരിയയിൽ ടിക്കറ്റ് നൽകിയിരുന്ന ജീവനക്കാരി മല്ലിക പറയുന്നു. പെട്ടെന്ന് പുക ഉയർന്നു. ഞാൻ വെള്ളമൊഴിച്ചെങ്കിലും തീ അണഞ്ഞില്ല. അതുവഴി പോയ യാത്രക്കാരെ സഹായത്തിന് വിളിച്ചു. അപ്പോഴേക്കും ബൈക്കിന്റെ ടാങ്ക് പൊട്ടി. തീ പടർന്നതോടെ താൻ പുറത്തേക്ക് ഓടി. 500ഓളം വണ്ടികൾ ഉണ്ടായിരുന്നു. ഞായറാഴ്ച ആയതിനാലാണ് വണ്ടികൾ കുറവ്, അല്ലെങ്കിൽ 1000ഓളം വണ്ടികൾ ഉണ്ടാകും. പാർക്കിംഗ് കേന്ദ്രത്തിലെ ജീവനക്കാരിയായ മല്ലിക മാധ്യമങ്ങളോട് പറഞ്ഞു. സ്കൂട്ടർ പാർക്ക് ചെയ്ത ശേഷം ടിക്കറ്റ് എടുക്കാൻ പോയതാണ്. അപ്പോഴാണ് തീ പിടിച്ചത്. ബൈക്ക് എടുക്കാൻ ചെന്നപ്പോഴേക്കും തീ ആളിപ്പടർന്നുവെന്ന് യാത്രക്കാരിലൊരാൾ പറഞ്ഞു.